നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയ്ക്ക് പുതിയ ഭാവുകത്വം നൽകിയ ഒരു പങ്കാളിത്തത്തെയാണ്, ഒരു കൂട്ടുകെട്ടിനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ JB ജംഗ്ഷനിൽ അഭിമുഖത്തിന് വിധേയരാക്കിയത്. സാന്ദ്രയും വിജയബാബു ഇരുവരുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും നമുക്ക് തുടരാം. പൈസ എവിടെ കിട്ടിയത് ഈ പടമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി? പൈസ ഞങ്ങള് ഇനിഷ്യൽ ക്യാപിറ്റൽ, സാറിന് അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് മങ്കിപ്പനാണ്. മങ്കിപ്പനിൽ ഞങ്ങൾ ടോട്ടൽ സ്പെൻഡ് ചെയ്തത് 2.8 crores rupees-ആണ്. ഇതിന്റെ ഇനിഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന 70 ലക്ഷം രൂപയാണ്. 70 lakhs of rupees-ആണ്. 70 ലക്ഷം രൂപ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് പൈസ ഷൂട്ടിംഗ് തുടങ്ങി 10ാം ദിവസം ഏഷ്യാനെറ്റ് ഇതിന്റെ സാറ്റലൈറ്റ് വാങ്ങിക്കുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ബ്രേക്ക് വരട്ടെ. വിജയ് അഭിനയത്തിന്റെ രംഗത്തേക്ക് എനിക്ക് തോന്നുന്നു വിജയ് അതിനു മുമ്പ് പല സിനിമകളിലും ചെറിയ ചെറിയ 1, 2, 3 ഷോട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ശ്രദ്ധേയമായ റോൾ എന്ന് പറയാവുന്നത് ഈ സിനിമ ഹണിബീയും ഇതാണ്. അതിന് മുമ്പ് പല അപ്പോൾ 22 വരുന്നുണ്ടെങ്കിൽ പോലും വിജയബാബുവിനെ ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയതാണ്. കറക്റ്റ്. അപ്പോൾ ഒരു സിനിമ എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു ആർട്ടിസ്റ്റ് നിലയിലുള്ള ഒരു വഴിത്തിരിവാണ് മങ്കിപ്പൻ സിനിമ പ്രദാനം ചെയ്തത്. ആ പടത്തിൻ്റെ ഒരു പ്രത്യേകത, യാതൊരു ആഭാസമില്ല, വഷളത്തരമില്ല, ഒരു പക്ഷേ എന്തോ ഒരു നന്മ അല്ലെങ്കിൽ ഒരു മൂല്യം ആ വിഷയം ഓഡിയൻസിന് പ്രദാനം ചെയ്യുന്നു. പക്ഷെ ഈ രീതിയിലുള്ളൊരു വിജയം ആ ഒരു പടം കരസ്ഥമാക്കുമെന്ന് വിജയ് തോന്നിയിരുന്നു. 100%. എനിക്ക് ആദ്യം തൊട്ടേ മങ്കിപ്പൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. വളരെ കൊച്ചു രീതിയിൽ ചെയ്യാനിരുന്ന ഒരു സിനിമ, ചെറിയൊരു സിനിമ. സാൻഡ്ര എടുത്ത് വിട്ടു. സാൻഡ്രയ്ക്ക് സബ്ജക്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് സക്രിയുടെ ഗർഭിണികളും ഇത് തുടങ്ങി കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത് തുടങ്ങി. സാൻഡ്ര അതിൽ അഭിനയിച്ചു. സാൻഡ്ര അതിൽ ഫോക്കസ് ചെയ്ത് ഇതിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. പടം കണ്ടിട്ട് സാൻഡ്രയ്ക്ക് ഫസ്റ്റ് കോപ്പി കണ്ട് ശീലമില്ല, RR ആ സമയത്ത്. പെട്ടെന്ന് ഇത് കണ്ടിട്ട് ഞാനന്ന് ഉഗാണ്ടയിൽ പോയില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഷൂട്ട് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഉഗാണ്ടയിൽ അഭിനയിക്കാൻ പോയി. അത് അവിടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പേടിയാവുന്നു, ഇത് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് ഒന്ന് വന്ന് കണ്ടിട്ട് അഭിപ്രായം പറയുമെന്ന് പറഞ്ഞു. ഞാൻ ഉഗാണ്ടയിൽ നിന്ന് നേരെ വരുന്നത് ലാൽ മീഡിയയിലേക്കാണ്. എനിക്ക് ടെൻഷനായി പോയി. ബിക്കോസ് ഒന്ന് ഏഷ്യാനെറ്റിന് ഞാൻ ഫസ്റ്റ് പടം കൊടുത്തിരിക്കുകയാണ്, മാധവൻ സാറിനെ വിളിച്ചിട്ട് ഫസ്റ്റ് പടം കൊടുത്തിരിക്കുകയാണ്. ഇത് ഹിറ്റ് ആക്കിയിട്ട് വേണം എനിക്ക് ബാക്കി അടുത്ത പടം സംസാരിക്കാൻ. സക്രിയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന പടം സംസാരിച്ചിട്ടില്ല. അപ്പം ഇതില് കുറെ സ്ഥാനങ്ങൾ ഡിപ്പെൻഡഡ് ആണ്. അപ്പം സനൂപ് എന്ന് പറയുന്ന ഒരു അൺനോൺ കൊച്ചു പയ്യൻ സെൻട്രൽ ക്യാരക്ടർ. ഞാൻ വന്ന് ലാൽ മീഡിയയിൽ വന്നിരുന്ന് പടം കണ്ടിട്ട് ഞാൻ സാൻഡ്രയെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു 100 days എന്നാണ് പറഞ്ഞത്. അപ്പൊ സാൻഡ്ര ഞാൻ പറഞ്ഞു 100 days ഓടും എന്ന് പറഞ്ഞു. സർപ്രൈസിങ് ആയിരുന്നു. എനിക്ക് അന്ന് ആദ്യം തൊട്ട് ഉണ്ടായിരുന്ന അതേ വിശ്വാസം ഈ പടം കഴിഞ്ഞപ്പോഴും എനിക്കുണ്ടായിരുന്നു. അതേ കോൺഫിഡൻസിൽ ഞങ്ങൾ അതേ സ്പെൻഡ് ചെയ്ത മാർക്കറ്റിങ്ങിൽ ഞങ്ങൾക്ക് തിയേറ്റർ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതിനാണ് ഞങ്ങൾ ഫ്രൈഡേ ടിക്കറ്റ്സ് എന്ന് പറയുന്ന വാശിക്ക് ഈ മങ്കിപ്പൻ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങി. മങ്കിപ്പൻ ഹിറ്റായില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഫ്രൈഡേ ഫിലിം ഹൗസ് എങ്ങനെ പോകും എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. ഫ്രൈഡേ ഒരു തേഴ്സ്ഡേയും വെനസ്ഡേയും ഒക്കെ ആയിട്ട് മാറിയത് ചിലപ്പോൾ മാറിയത്. ബിക്കോസ് അന്ന് ഏഷ്യാനെറ്റ് നമ്മളെ മങ്കിപ്പനിൽ സപ്പോർട്ട് ചെയ്തു. അത് ഹിറ്റായതുകൊണ്ടാണ് സക്രിയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമയിൽ സപ്പോർട്ട് എടുത്തത്. അതിലെടുക്കാൻ പറ്റില്ല, ഒരു ചാനലിൽ എടുക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അത് വിജയന് അറിയാവുന്നതുകൊണ്ടാണ് അത് അത്രയും കൂടിയത്. അത് അത്രയും കോൺഫിഡന്റ് ഉള്ള ഒരു പടം നമ്മൾ അങ്ങനെ ഇറക്കി ഹിറ്റാക്കി. എനിക്കൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരു പക്ഷേ ആൾക്കാർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം. നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അല്പം കൺസർവേറ്റീവ് ആയ സൊസൈറ്റിയാണ്. സാൻഡ്രയും വിജയബാബുവും കൂടി ഒരു പാർട്ണർഷിപ്പ് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊന്ന് ഈ ഒരു ചോദ്യം നേരത്തെ ചോദിക്കേണ്ടിരുന്നതാണ്. അതിനെക്കുറിച്ച് ആൾക്കാർ എന്ത് പറയും, അതുപോലൊക്കെ ഗോസിപ്പുകൾ, അത് ഇത്, അങ്ങനത്തെ ഒരു ചിന്താഗതികൾ നിങ്ങളെ ബാധിച്ചിരുന്നു? ഞാൻ കോൺഷ്യസ് ആയിരുന്നു. സാൻഡ്ര കോൺഷ്യസ് ആയിരുന്നില്ല. സാൻഡ്ര അത്ര കോൺഷ്യസ് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചാനലിൽ ഒരു ഹെഡായിട്ട് ഇരുന്നതുകൊണ്ടായിരിക്കാം കോൺഷ്യസ് ആയിരുന്നത്. ബിക്കോസ് നമ്മൾ ചാനൽ ഒരു തലപ്പത്തിരിക്കുമ്പോൾ നമ്മൾ ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ബിക്കോസ് വി ആർ ഒരു പ്രോട്ടോകോൾ. അപ്പൊ അവിടുന്ന് പെട്ടെന്ന് വന്നുകൊണ്ടായിരിക്കണം എന്റെ മൈൻഡിൽ ഇപ്പോഴും ആ പ്രോട്ടോകോള് മെയിൻറ്റൈൻഡ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ റിസർവ്ഡ് ആണ്, പബ്ലിക് ആയിട്ട്. എന്നാലും ഓഫീസിൽ നമ്മൾ ഇരിക്കുന്നുണ്ട് എങ്കിലും ഞാൻ കുറച്ച് ആ സമയത്ത് ആ പ്രോട്ടോകോൾ അപ്പോഴും എന്റെ മൈൻഡിൽ അത് ഒന്ന് കട്ട് ചെയ്യണം. കാരണം എനിക്ക് ഈ ചോദ്യത്തെ ഒന്നും കൂടി ഒന്ന് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരാളുടെ സഹായം കൂടെ വേണം. ഞാനായിട്ട് ഉണ്ടാക്കിയൊരു ചോദ്യമാണെന്ന് തോന്നലുണ്ടാകാതിരിക്കാൻ വേണ്ടി വരട്ടെ. സാന്ദ്രമോളെ, വിജയ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ സ്നേഹത്തോടെ ഇരിക്കുന്ന കണ്ടിട്ട് വളരെ സന്തോഷമുണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കണ്ടിട്ട്. പിന്നെ സാന്ദ്രയെ പറ്റി പറയുകയാണെങ്കിൽ
എന്നും വിജയും സാന്ദ്രയും ഒരുമിച്ചാണ് എവിടെ ഒരു ഫംഗ്ഷന് പോകാനായിട്ട് വരുന്നത്. വിജയ് നേരത്തെ വിളിച്ച് പറയും പെട്ടെന്ന് ഒരുങ്ങി നിന്നു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, വേഗം റെഡിയായി വരണമെന്ന്. പക്ഷേ സാന്ദ്ര റെഡിയായി ഒരുങ്ങി താഴെ ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് അതേപോലെ തിരിച്ച് വീട്ടിലേക്ക് കയറി പോകുന്ന കാണാം. എന്താണെന്ന് ഇതുവരെ എനിക്ക് സംഭവം പിടികിട്ടിയിട്ടില്ല. അടുത്ത ഡ്രസ്സ് മാറിയാണ് എപ്പോഴും വരുന്നത്. എന്നാൽ ഡ്രസ്സ് സെലക്ട് ചെയ്തതും വിജയ് തന്നെയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. എന്താ മോളെ വിജയ്, ഇതുപോലുള്ള ഒരു രസതന്ത്രം നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് വേണമെങ്കിൽ ചോദിക്കാൻ ആഗ്രഹിച്ചിട്ട് ഒരുപക്ഷെ എങ്ങനെയാണ് വിജയ് ചോദിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ ചോദ്യം കിട്ടാൻ വേണ്ടി ഒരുപാട് കാലമായിട്ട് വെമ്പിരിക്കുകയാണ്. അല്ല, അങ്ങനെ വെമ്പിട്ടൊന്നുമില്ല. എല്ലാവരും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, വളരെ അടുത്ത്. പിന്നെ രാജധാനി എക്സ്പ്രസിൽ തലവെക്കാൻ വരുമ്പോ എന്തായാലും അതിന് സ്പീഡ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ. വിജയ് ബാബു, അതല്ല ഞാൻ നിങ്ങൾക്കൊരു അവസരം ഒരുക്കുവാണ്. നിങ്ങളുടെ നിരപരാധിത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ആ അവസരത്തിന് ഒരുപാട് പ്രോട്ടോകോള്, ഹയറാർക്കി, പക്ഷേ സാൻഡ്രയായിട്ടൊരു പാർട്ണർഷിപ്പ്, എന്തിനേറെ സാൻഡ്ര ഇടുന്ന വസ്ത്രത്തെ കുറിച്ച് പോലും വിജയ് ബാബു പറയുമെന്ന് സാൻഡ്രയുടെ അമ്മ പറയുന്നു. അതും ഈ പ്രോട്ടോകോളിന്റെ ഭാഗം തന്നെയാണ്. ബിക്കോസ് ഞാൻ സാൻഡ്രയോട് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ദേഷ്യത്തിൽ പറയും, എന്റെ ഈ ഉടുപ്പിനോട് എന്റെ കൂടെ വന്നിരിക്കരുത്, അങ്ങോട്ട് മാറിയിരുന്നോണം. ലിജിൻ പറഞ്ഞു. ഞാൻ പറയും എനിക്ക് എന്റെ പ്രായത്തിനനുസരിച്ച് ഡ്രസ് ചെയ്യണം. അപ്പൊ പറയും പറ്റില്ല, കോർപ്പറേറ്റ് എന്റെ കോർപ്പറേറ്റ് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യണം. സാൻഡ്ര കാഷ്വൽ ആയിട്ട്, യു ആർ എ പ്രൊഡ്യൂസർ, യു ആർ നോൺ ഇൻ ദ സൊസൈറ്റി. സാൻഡ്ര കാഷ്വൽ ആയിട്ട് ഒരു ടീഷർട്ടും അതിന്റെ കൂടെ ഒരു ലോങ് സ്കേർട്ടും ഇട്ട് കയ്യിൽ ഇവിടം തൊട്ട് ഇവിടം വരെ വള, ഇവിടം തൊട്ട് ഇവിടം വരെ വേറൊരു വള, പിന്നെ വേറെന്തോ ഒരു കിരീടം പോലെ ഒരു സാധനം, ഇതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി. സാൻഡ്ര ഈ നേരത്തെ പറഞ്ഞ പോലെ സാൻഡ്ര ഭയങ്കര കുട്ടിയാണ് മനസ്സിൽ. അതാണ് ഞാൻ എന്റെ ഏജിനനുസരിച്ച് പറയുന്നത്. അപ്പം അത് പണ്ടൊക്കെ ഇച്ചിരി കൂടുതലായിരുന്നു. അപ്പൊ ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ എപ്പോഴും അടിയാ. അപ്പൊ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ഇന്നൊരു ഫംഗ്ഷന് പോകണം, ഒരു 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 സിനിമയുടെ 50 days ഫംഗ്ഷന് പോകണം. എന്നെ വിളിച്ചാൽ ഞാൻ ഇങ്ങനെ ഡ്രസ്സ് നോക്കാം, ഞാൻ ചെന്ന് ഇങ്ങനെ ഇരിക്കും. പിന്നെ എന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആ ഒരു എക്സ്പ്രഷനാ. വേറൊരു ഡ്രസ്സിൽ ഇങ്ങനെ ഇട്ടോണ്ട് വരും. ഞാൻ പറഞ്ഞ ഇത് മാറ്റിയിട്ട് എന്റെ കൂടെ വന്നാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് ബാഗും എല്ലാം വലിച്ചെറിഞ്ഞ് പിന്നെ പോയിട്ട് ഏതെങ്കിലും ഒരു ചുരിദാർ ഇട്ടുണ്ട്. ഇത് സംഭവിക്കാറുള്ള ഒരു കാര്യമാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് വരുന്നു. ഓക്കെ, ആ ഒരു കെമിസ്ട്രി ഉണ്ടാക്കാവാതെ ഒരു ആണും പെണ്ണും തമ്മിൽ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് യാതൊരു റൂളും, ഒരു നിയമമില്ല. ഒരാണും ഇപ്പൊ സിനിമ എന്ന് പറയുന്ന വ്യക്തി പെണ്ണുങ്ങളെല്ലാം സിനിമ എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതേ ചോദ്യം ഒരു ഡയറക്ടറിനോട് ചോദിക്കണം. നിങ്ങൾ ഹീറോയിനോ 2 സിനിമയിൽ അഭിനയിപ്പിച്ച ഒരു ഡയറക്ടറിനോട് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾ എന്തിനാണ് ഒരേ ഹീറോയിനെ വെച്ച് 2 പടം ചെയ്യുന്നത്, അല്ലേ? ഞങ്ങൾ 5 ഇപ്പൊ 7ാമത്തെ പടം ഒരുമിച്ച് ചെയ്യുന്നു. ഗോസിപ്പ് എന്ന് പറയാനായിട്ട് ഞങ്ങള് 40 ദിവസം 60 ദിവസം ഒരേ സെറ്റിൽ ഒരുമിച്ച് കഴിയുന്നവരാണ്. ഇതുവരെ ഞങ്ങളെ കുറിച്ചൊരു ഗോസിപ്പ് ഒരു ആർട്ടിസ്റ്റോ ടെക്നീഷ്യനോ ക്യാമറമാനോ ആ സെറ്റിൽ നിന്നോ വന്നിട്ടില്ല. ഒരു മാഗസിൻസും ഞങ്ങളെ വേറൊരു നെഗറ്റീവ് ടച്ചിൽ കണ്ടതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. 6 സിനിമ എന്ന് പറഞ്ഞാൽ ഏകദേശം അമേരിക്കയിൽ പോലും നമ്മൾ പോയിട്ട് 3 മാസം സിനിമ ചെയ്തിട്ട് തിരിച്ചു വന്നു. എല്ലാ ഫംഗ്ഷനും ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പം നമ്മള് ശരി എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും പേടിക്കുന്ന കാര്യമില്ല. ഞങ്ങൾ വളരെ ക്ലിയർ ആണ്. പക്ഷെ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ വിജയ്ക്ക് അതൊരു പ്രശ്നം. ഡെഫിനറ്റ്ലി സാൻഡ്രയ്ക്ക് ഒരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ വിജയ് ബാബുവിന് ഇൻഹിബിഷനിൽ സാൻഡ്ര എത്രയോ പ്രാവശ്യം പരിഭ്രമിച്ചിട്ടുണ്ട്. എന്തിനാ ഇയാൾ ഇങ്ങനെയൊക്കെ കാണിക്കണേ? അങ്ങനെ നമ്മൾ ഒരുപാട് അടി ഉണ്ടാക്കിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. അല്ല, ഞാൻ എന്തിനാ ഇത്രമാത്രം എന്റെ കൂടെ നിങ്ങൾ ഇരുന്നാലെന്തോ കുഴപ്പം, യാത്ര ചെയ്താലെന്തോ കുഴപ്പം, നമ്മൾ പാർട്ട്നേഴ്സിൽ എന്താ പ്രശ്നിക്കണേ? എന്തിനാ ഇപ്പൊ ഒരു ആണും പെണ്ണുമായിട്ട് കാണുന്നതിന്റെ കാരണം? അത് മാത്രല്ല, ഇപ്പൊ ഓഫീസിലേക്ക് വരാൻ തന്നെ പ്രശ്നമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ചെറിയ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, യു റൺ ഇറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ ജോലി ചെയ്തല്ലോ. ഞാൻ ഐ ഡോണ്ട് ടേക്ക് എ സാലറി ഫ്രം ഫ്രൈഡേ ഫിലിം ഹൗസ്. പക്ഷെ എങ്കിലും വിജയ് ബാബു ഒരു ഘട്ടത്തിൽ ഞാൻ വെറുതെ ചോദിക്കുക, ആദ്യകാലത്ത് വിജയ് ബാബുവിന് ആ വൈക്ലബ്യം ഉണ്ടായിരുന്നു. സാൻഡ്രയ്ക്ക് പിന്നെ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല, കളർഫുൾ ആണ്, ഒരു കുഴപ്പമില്ല. അപ്പൊ എവിടെ വെച്ചിട്ടാണ് ആ മെന്റൽ ബ്ലോക്കിൽ നിന്ന് വിജയ് ബാബു രക്ഷപ്പെട്ടത്? ഇതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല. അല്ല, മെന്റൽ ബ്ലോക്ക് എന്ന് പറയുന്നത് അല്ല എനിക്കുണ്ടായിരുന്നു. എനിക്കൊരു മെന്റൽ ബ്ലോക്കും ഇല്ല. എനിക്ക് സാൻഡ്രയുടെ സ്വഭാവം വ്യക്തമായിട്ട് അറിയാം. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്, നമ്മൾ ഒരു സൊസൈറ്റിയിലാണ്. ഞാനൊരു ചാനലിന്റെ ഹെഡായിരുന്നു. എന്നെ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ വേറൊരു ഇമേജിലാണ് ഞാൻ പ്രൊജക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്.
ഫാമിലി എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ഗേൾ ഫ്രണ്ട്സ് ആണ്. എനിക്ക് എന്റെ കോളേജ് തൊട്ടിട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് മോർ ദാൻ 70% ഗേൾസ് ആണ്. 90% സാർ അവിടെ 2-3 ആൺകുട്ടികളും കൂടെ അപ്പം അത് നമ്മളോട് ഉള്ള ഒരു കോൺഫിഡൻസ് ലെവലാണ്. വിജയ് ബാബു, ഇവിടെ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം, അതായത് ഒരു പക്ഷേ ഒരു ഫീമെയിലും മെയിലും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസമുണ്ട്. ആ ഒരു കെമിസ്ട്രി ഒരുപക്ഷെ നിങ്ങളുടെ ഈ പറഞ്ഞ ഈ സംരംഭത്തെ ഒരു പോസിറ്റീവായിട്ട് സഹായിച്ചിട്ടുണ്ടാകും. ഡെഫിനറ്റ്ലി. എനിക്കൊന്ന് ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ തയ്യാറായി വരുന്നു. നമുക്ക് നോക്കാം, ആരാ നോക്കാം. ലെറ്റ് us see. ഹലോ വിജയ്, ഹലോ സാൻഡ്ര. ചോദ്യം എന്ന് പറഞ്ഞതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജോൺ ബ്രിട്ടാസ് സാറിന്റെ ഷോന് വന്ന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞാനും ആഷിക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പൊ സാൻഡ്ര അന്ന് പറഞ്ഞു, സാൻഡ്ര ചോദിച്ച ചോദ്യം ഇതായിരുന്നു, അതായത് വളരെ ബോൾഡായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളാണ് റീമ. അതെങ്ങനെയാണ് ആഷിക്ക് ഉണ്ട് എന്നുള്ള ധൈര്യമാണോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ബിക്കോസ് ഓൾമോസ്റ്റ് ഒരു 7 കൊല്ലമായി ഒരു ഗോഡ് ഫാദറോ ഒന്നും ഇല്ലാതെ വളരെ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും കാലം നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, പെട്ടെന്ന് കല്യാണം കഴിഞ്ഞപ്പോഴേക്കും അതുവരെയുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ആഷിക്ക് കാരണമാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സോ ബേസിക്കലി ഞാൻ ഒരിക്കലും സാൻഡ്ര അതുകൊണ്ടാണ് വിജയിനെ പാർട്ട്ണറാക്കി തെരഞ്ഞെടുത്തിട്ടുള്ള ബിസിനസ് എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ബട്ട് ഈവൻ ദെൻ ഐ വോണ്ട് ടു ആസ്ക് യു, ഒരു മെയിൽ പാർട്ട്ണർ ഉണ്ടാവുന്നത് ബിസിനസ്സിൽ ഡസ് ഇറ്റ് റിയലി ഹെൽപ്പ്? ആൻഡ് ഐ വോണ്ട് ടു ആസ്ക് വിജയ്, ഒരു ഫീമെയിൽ പാർട്ട്ണർ ബിസിനസ്സിൽ ഉണ്ടാവുന്നത് കൊണ്ട് വാട്ട് ആർ ദി പ്ലസ് പോയിന്റ്സ്? വിജയ് ബാബു, സാൻഡ്ര, ഈ പാവപ്പെട്ടവൻ എന്ത് നല്ല ഹൃദയമുള്ള ആളാണ്. ഈ ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ഞാൻ. അല്ല, അന്ന് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കാര്യം, ആ ചോദ്യം പക്ഷെ റിമ മറന്നിട്ടില്ല. അല്ല, അത് ചോദിക്കാൻ റീസൺ ഉണ്ട്. ചോദിക്കാൻ റീസൺ ഉണ്ട്. കാര്യം ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പം പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്ന ഒരു ഇമേജ് ആയിരിക്കില്ല അവർക്ക് ശരിക്കുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത്. എനിക്ക് റിമേനെ നമ്മൾ പുറത്ത് കാണുന്ന വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു റിമേനെയാണ് എപ്പോഴും കാണുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി റിമയായിട്ട് സംസാരിച്ചപ്പോഴും സക്രിയയുടെ ഗർഭിണിയുള്ള സമയത്ത് ഒരുപാട് ഇന്ററാക്ട് ചെയ്തപ്പോഴൊക്കെ റിമ ഒരുപാട് ബോൾഡ് ഒന്നുമല്ല. റിമ ഒരു സാധാരണ പെൺകുട്ടിയാണ്. ആ സമയം എനിക്ക് കാവ്യ മാധവൻ നല്ല ബോൾഡായിട്ട് തോന്നിയിട്ടുണ്ട്, റിമയെക്കാളും ബോൾഡായിട്ട്. പക്ഷെ നമ്മളുടെ മുമ്പിൽ പ്രൊജക്ട് ചെയ്യുന്ന ഒരു, അതായത് ഇമേജ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. പക്ഷെ ഇവര് എന്ന് പറയുന്നത് അതായത് അവരുടെ മാനസികമായും പേഴ്സണാലിറ്റി വൈസ് എത്ര സ്ട്രോങ് ആണെന്നുള്ളതാണ്. അപ്പൊ അത് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അന്ന് റിമയുടെ അടുത്ത് അങ്ങനെ ചോദിച്ചത്. എന്തെങ്കിലും ഒരു ധൈര്യം നമ്മുടെ പുറകിൽ ഇല്ലാതെ നമുക്ക് ഇത്രയും ഒരു ധൈര്യം കാണിക്കാൻ പറ്റുമോ? ആ ചോദ്യം തിരിച്ച് ഒരു ചെറിയൊരു മുള്ളുകമ്പി പോലെ തച്ചു തന്നേക്കാം. വിജയ് കൂടെ ഉള്ളത് കൊണ്ടാണോ? തീർച്ചയായിട്ടും അത് എനിക്ക് അങ്ങനെ ഉള്ളത് കൊണ്ടാണല്ലോ. അതായത് ഒരു മെയിൽ പങ്കാളിയെ, ഒരു ഷെയർ ഹോൾഡറെ അല്ലെങ്കിൽ ഒരു പാർട്ണറെ കിട്ടുന്നത്, ഈസ് ഇറ്റ് ബെറ്റർ ദാൻ ഹാവിംഗ് എ ഫീമെയിൽ പാർട്ണർ? തീർച്ചയായിട്ടും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഒരുപാട് വീക്ക്നെസ്സസ് അതൊക്കെ നികത്തുന്നത് വിജയാണ്. എനിക്ക് കുറെ കാര്യങ്ങളൊന്നും എനിക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില ആണുങ്ങളുമായിട്ട് എനിക്ക് ഒരുപാടൊന്നും വഴക്കുണ്ടാക്കാനോ ബഹളം ഉണ്ടാക്കാനോ ഒന്നും പറ്റത്തില്ല. ഇപ്പൊ സിനിമയിൽ തന്നെ നമ്മൾ ഒരു പരിധി കഴിഞ്ഞിട്ടുള്ള ദേഷ്യപ്പെടലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നടക്കില്ല. വിജയ്ക്ക് എന്താ കാരണം, അസുഖകരമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും വിജയ് വളരെ തന്ത്രപൂർവ്വം സാൻഡ്രയ്ക്ക് വിട്ടുകൊടുക്കും. എനിക്ക് വിജയുടെ സ്വഭാവ പ്രകാരം സാൻഡ്ര ഒരു ഫീമെയിൽ പാർട്ണർ ഉണ്ടാവുന്ന സെറ്റ്, നമ്മുടെ സെറ്റ് ഞാൻ ഒരുപാട് സെറ്റ് കണ്ടിട്ടുണ്ട്. മെയിൽ കൺട്രോൾ ചെയ്യുന്ന സെറ്റും ഫീമെയിൽ കൺട്രോൾ ചെയ്യുന്ന സെറ്റ് കുറെ കൂടെ ഡിസിപ്ലിൻഡ് ആയി. ഒരു പെൺകുട്ടിയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അവിടുത്തെ ഡിസിപ്ലിൻ കണ്ടാൽ കുറച്ചുകൂടി. ബിക്കോസ് സാൻഡ്ര വളരെ സ്മാർട്ടായിട്ട് ഒരാളോട് പറയുമ്പോൾ എതിർത്ത് പറയാൻ തോന്നില്ല. ഒരു പെൺകുട്ടി പറയുന്നത് അത് നേരെ തിരിഞ്ഞും വരാം. മാത്രമല്ല ഒരു പെൺകൊച്ചിന് തിരിച്ചു കളിച്ചു. പക്ഷെ നേരെ തിരിച്ച് സാൻഡ്ര ഒരാളോട് ചൂടായ മെയിൽ ഈഗോ ഹേർട്ട് ആവുകയും ചെയ്യും. ഇതന്നെയായിരുന്നു വിജയ് കടന്നു പോകുന്ന ഒരു ഞാൻ പറയട്ടെ, ആരെങ്കിലും പറയട്ടെ. ഹായ് ചേച്ചി, ഹായ് വിജയ്. Hi guys. In my association with Vijay and Sanchechi, what has stood out remarkably is that they are extremely hardworking.
very hardworking. Most of it you will not see in the front. You'll see them in the background, struggling with, with each other, with the teams to bring out a niche product, right, for the communities and everyone. ആൻഡ് എനിക്ക് നിങ്ങളെ പറ്റി ഒരു സ്റ്റോറി പറയാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും ഓഫീസിൽ ഏത് സമയം ഇടിയാണ്. ഞാൻ എപ്പോഴും ഓഫീസ് അടച്ചിടാറുണ്ട് നിങ്ങളുടെ ഇടിയും ബഹളവും പുറത്താരും കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. സോ ചില സമയത്ത് ഓൾറെഡി ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയും അതൊരു മൂവിയിലെ സീൻ അവിടെ റിഹേഴ്സൽ ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാറുണ്ട്. അപ്പം ഇതിപ്പോ വിജയ് ചേച്ചിക്കിട്ട് കൊടുക്കണമെന്ന് ഓർത്ത് പേടിച്ചിട്ടല്ല, ചേച്ചി വിജയ്ക്കിട്ട് കൊടുക്കുമെന്നാണ് എന്റെ പേടി. കാര്യം കോളേജ് പോലെ ചേച്ചി ഒരു ജഗജില്ലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വിജയ് കടന്നു പോകുന്ന സ്നേഹ സാറ്റർഡേ അനിയത്തിയാണ്. സ്നേഹയായിരുന്നു ഞങ്ങളുടെ കംപ്ലീറ്റ് ബാക്ക് ബോൺ എന്ന് പറയുന്നത്. സ്നേഹയാണ് ഫൈനാൻസ് കൺട്രോൾ ചെയ്തത്. സ്നേഹ കല്യാണം കഴിച്ച് ഇപ്പൊ അമേരിക്കയിലാണ്, സ്നേഹയുടെ ഹസ്ബൻഡാണത്. ഇപ്പൊ എന്റെ ബ്രദറാണ് ആ റോളിലുള്ളത്. ഡെയിലി അടിയായിരുന്നു ഞങ്ങൾ ആ സമയത്ത്. സ്നേഹക്ക് ഇതൊക്കെ ഭയങ്കര ഷോക്കാണ്. ഞാൻ നല്ല ഒച്ചത്തിൽ സംസാരിക്കുന്നത്, സാൻഡ്ര അതിലും ഒച്ചത്തിൽ സംസാരിക്കും. ഞങ്ങളുടെ ക്യാബിനിൽ നിന്ന് പൊട്ടിത്തെറികളൊക്കെ വരും. പക്ഷെ റിഹേഴ്സലാണ്. ഏതോ മറ്റേ മാന്നാർ മത്തായി സ്പീക്കർ രണ്ടുപേരും കൊണ്ട് കെട്ടി റിഹേഴ്സൽ നടത്തുന്നത്. സാൻഡ്രയും സ്നേഹം ഒരുമിച്ചാണ് സ്കൂള് തൊട്ടിട്ട് ഒരേ ബോർഡിങ്ങിൽ ഒരേ. അപ്പം സാൻഡ്ര ഈ സീനിയേഴ്സിനെ എടുത്തടിച്ച് ഇടിക്കുന്നതും ഒക്കെ സ്നേഹ കണ്ടിട്ട് സ്നേഹയുടെ കാണപ്പെട്ട ഹീറോ ആണ് സാൻഡ്ര. വിജയശാന്തി. അത് സാൻഡ്ര ഒരു ഭയങ്കര സ്നേഹ സാൻഡ്രയുടെ പുറയിലാണ് ഒളിക്കുന്നത് ഓരോ കാര്യത്തിൽ. അപ്പൊ സാൻഡ്ര എന്ന് പറയുന്നത് ഈ സ്നേഹയുടെ ഹീറോയിൻ എല്ലാം സാൻഡ്രയാണ്. അപ്പൊ സാൻഡ്രയുടെ ഇയാളാരാണ് കളിക്കുന്നത്, എന്റെ ചേച്ചിയുടെ മുമ്പിലാ. ഒരു ഇടി കൊടുത്താൽ ചേച്ചി പറന്നു പോകുന്നത്. അതാണ്. പക്ഷെ വിജയ് ബാബുവിനോട് ഇപ്പൊ സിമ്പതി ആയിരിക്കണം ഇപ്പൊ. അല്ല, ഞങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന ഈ മാർക്കറ്റിംഗ് വരുന്ന സമയത്ത് അതിന് രണ്ടുപേർക്കും അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ അവസാനം ഞങ്ങള് ഈ അടിയും ബഹളം എല്ലാം വെച്ചിട്ട് ഏറ്റവും അവസാനം രണ്ടിന്റെ ഓക്കെ സാർ പറഞ്ഞതും ചെയ്യാം ഞാൻ പറഞ്ഞതും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് ഓഡിയൻസ് എടുക്കും, കുറച്ച് റേഡിയോ ചെയ്യും, കുറച്ച് TV ചെയ്യും, അങ്ങനെ എല്ലാം കൂടെ വരും, മിക്സ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് നമ്മൾ ഇറക്കുന്ന ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഒരു പരസ്യത്തിൽ കൊണ്ടുവരണം. പ്രൊഡക്ഷൻ നടക്കുമ്പോ ഇപ്പൊ സാൻഡ്ര ഒരാളോട് ഇങ്ങനെ പറഞ്ഞു, ഒരാളോട് ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ പൈസ കൊടുത്ത്, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കംപ്ലൈന്റുകൾ എന്നെ വിളിച്ചു പറയും. സ്വാഭാവികമായും എന്നെ ഇങ്ങനെ വേണം, ഇങ്ങനെ പറഞ്ഞു, അപ്പം എനിക്ക് കടന്നു പറയേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ ചെന്ന് ചോദിക്കും. ചിലപ്പോ ഡയറക്ടേഴ്സ് വന്ന് എന്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്, സാൻഡ്ര മാഡം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, ഇൻസൾട്ട് ചെയ്തു. അപ്പൊ ഞാൻ സാൻഡ്രയോട് പറയാം അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു പറയുമ്പോൾ സാൻഡ്ര ഒന്നാമത് തല ചൂടായി ഇരിക്കുകയായിരിക്കും. ഇങ്ങനെയല്ല, അപ്പൊ അതിന്റെ എന്തെങ്കിലും എന്നോട് പറയാം. അപ്പൊ അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള എല്ലാ ദിവസമുള്ള ഇടി സ്ഥിരം. ഞങ്ങൾ ഇപ്പൊ അടി കൂടാനൊരു ടൈമൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സമയത്താണ് ഈ ആർഗ്യുമെന്റ് നടത്തുന്നത്. അടികൂടാനല്ല, റിഹേഴ്സൽ നടത്താറുണ്ട്. ഹായ് വിജയ് സർ, ഹായ് സാൻഡ്ര. ഈ പരിപാടിയിൽ വെച്ചിട്ട് ഇത്രയും നാളെ ഞങ്ങൾ ഫ്രൈഡേ ഫിലിം ഹൗസിൽ വർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആദ്യം വിജയ് സാറിനോട്. സാറിന് ഒട്ടും തിരക്കില്ല, ഞങ്ങൾ ഓഫീസിൽ തന്നെ സാറിന് വളരെ കുറച്ചേ കാണാറുള്ളൂ. പക്ഷെ എങ്കിലും സാർ എങ്ങനെയെങ്കിലും ഓഫീസിൽ ഓടിപ്പിടഞ്ഞെത്തി ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് കുക്ക് ചെയ്ത് തരാറുണ്ട്. എന്തുകൊണ്ടാണ് സാർ ഇത്ര ഇൻട്രസ്റ്റോട് കൂടി ഞങ്ങൾക്ക് ഫുഡ് കുക്ക് ചെയ്ത് തരുന്നത്? എങ്ങനെയാണ് ഇതിനോടുള്ള ഇൻട്രസ്റ്റ് വന്നത്? അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? സാൻഡ്രയോടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ എല്ലാവരും സാൻഡ്രയോട് പറയുന്ന ഒരു കാര്യമാണ് ഡയറ്റ് ചെയ്യണം എന്ന്. സാൻഡ്ര ചില ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ട് ഞാൻ ഫുൾ ഡയറ്റാണ്, ഞാൻ ഫുഡ് ചോക്ലേറ്റ് ഒന്നും കഴിക്കില്ല എന്നൊക്കെ പറയും. എങ്കിലും ആരും കാണാതെ, എസ്പെഷ്യലി വിജയ് സാറ് കാണാതെ ഒളിച്ചിരുന്ന് ഡയറി മിൽക്ക് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നൊന്ന് പറയാമോ? എല്ലാ ദിവസവും ഇന്ന് ഡയറ്റിംഗ് ആണെന്ന് പറഞ്ഞ് തീരുമാനം എടുക്കും. ഫുഡ് കണ്ടു കഴിയുമ്പോ ഇതെല്ലാം മാറുകയും ചെയ്യും. പിന്നെ ഡയറ്റ് എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര വീക്ക്നെസ്. പിന്നെ സ്ട്രെസ് വരുമ്പോ ചോക്ലേറ്റ് മധുരം കഴിച്ചു കഴിയുമ്പം അപ്പൊ ഞാൻ അറിയാതെ പിന്നെ ഡയറ്റ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല സാൻഡ്ര, ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഇങ്ങനെ വെറുതെ ഞങ്ങൾ രണ്ടുപേരും ഡീസ്ട്രെസ് ചെയ്യുന്നു. ഇപ്പൊ നേരത്തെ കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞു. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എനിക്ക് ഭയങ്കര സ്ട്രെസ് വരുമ്പോ ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഓഫീസിൽ കിച്ചൺ ഉണ്ട്, ഫുൾ ഫ്ലെഡ്ജ്ഡ് കിച്ചൺ ഉണ്ട്. ഞാൻ ആദ്യം ഓഫീസ് ഞങ്ങളുടെ ഈ വീട് ഈ സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഈ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം സെറ്റ് ചെയ്തത് ഫുൾ ഫ്ലെഡ്ജ്ഡ് കിച്ചണാണ് മേളിൽ. അവിടെ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണിയും ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാൻ വരുന്ന ദിവസം ഞാൻ ചില സാറ്റർഡേസിലൊക്കെ നേരത്തെ ഇവരോട് പറയും ഇന്ന് നിങ്ങൾക്കെല്ലാം ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു 15 പേർക്കുള്ള ബിരിയാണിയൊക്കെ കുക്ക് ചെയ്യും. അതാണ് അവര് ഇപ്പൊ ഉദ്ദേശിച്ചത്.
എന്തായാലും അതിലൊക്കെ അവരെ വീഴ്ത്തിയിട്ടുണ്ട് വിജയ്. ശമ്പളം കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല, ഇതുപോലെ തന്നെ ഫുഡ് കുറച്ച് കൃത്യമായിട്ട് കൊടുക്കണം. സാൻഡ്ര, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏറെക്കുറെ ഒരു സമാനമായ ഒരു ഗ്രാഫാണ് സിനിമ അഭിനയത്തിന്റെ കാര്യത്തിലുള്ളത്. രണ്ടുപേരും ഒരാൾ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു, സാൻഡ്രയും ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ എവിടെയോ കണ്ടുമുട്ടി, പാർട്ണർഷിപ്പായി, സിനിമ നിർമ്മാണമായി. അതിനിടയിൽ രണ്ടുപേരും നിങ്ങളുടേതായ അഭിനയ ചാതുര്യം കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കുകയും ചെയ്തു. സാന്ദ്രയുടെ ജീവിതത്തിലേക്ക് വേണമെങ്കിൽ നോക്കാം, അഭിനയ ജീവിതത്തിലേക്ക്. എനിക്കറിയാം നിനക്ക് നിന്റെ ആ മുറപ്പെണ്ണിനെയും കെട്ടി സുഖമായി ജീവിക്കണം. എല്ലാ ജാരന്മാരും അവസാനം കൈ കഴുകുന്ന അറിഞ്ഞിട്ടും പിന്നെയും എന്നെ പോലുള്ളവർ വലയിൽ വീണുകൊണ്ടേയിരിക്കും. ബട്ട് there is a business. What do you mean? അഭിനയം, യു ആർ കംഫർട്ടബിൾ, അല്ല. യു ആർ ഹാപ്പി? അല്ല, അഭിനയം ഞാൻ രണ്ടാമത് അബദ്ധത്തിലാണ്. ഒന്നുകൂടെ കാണിച്ചാലും വേണം. അസൽ കുട്ടിയമ്മ. അത് ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് ആദ്യം കേട്ട കഥ ആമേന്റെ ആയിരുന്നു. അപ്പൊ എനിക്ക് ലിജോ എന്ന് പറയുന്ന ആള്, ലിജോയ്ക്ക് തീരെ കഥ പറയാൻ അറിയില്ല. അപ്പൊ ലിജോ ഭയങ്കര മോശമായിട്ടാണ് കഥ പറയാൻ ലിജോ അവന്റെ ഒരു കുറവുകൊണ്ട് ഇപ്പോ ഉള്ളൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത പ്രോജക്റ്റ് വിജയും സാൻഡ്രയും ഒരുമിച്ച് ഫ്രൈഡേ ഫിലിം ഹൗസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അത് എത്തരത്തിലുള്ളൊരു പ്രോജക്റ്റ് ആണെന്നുള്ളത് ഇപ്പോൾ തൽക്കാലം റിവീൽ ചെയ്യുന്നില്ല. അത് ഒരുപാട് കാലം മുമ്പുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് കൂടിയാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ടത് എന്തുകൊണ്ട് നടക്കാതിരുന്നു എന്നുള്ളത് എൻ്റെ റീസണായിട്ട് ഞാൻ മിക്കപ്പോഴും പറയാറ്, വളരെ അടുത്ത സുഹൃത്തുക്കളുമായിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ടഫായിട്ടുള്ള പ്രോസസ്സ്. കാരണം നമ്മൾ അവരുമായിട്ടുള്ള ബന്ധത്തിന് ചെറിയ കോട്ടം തട്ടും ഒരു പ്രൊജക്റ്റ് ഒരുമിച്ച് ചെയ്യുമ്പോൾ. കാരണം നമ്മുടെ അഭിപ്രായങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ മെച്ചുവേർഡ് ആവാൻ, ഒരുപോലെ ചിന്തിക്കുന്നവരാവാൻ വേണ്ടി ഒരു വെയിറ്റിംഗ് പീരീഡാണ് ഇത്രയും കാലം ഈ ഒരു പ്രോജക്റ്റ് ഫോം ചെയ്യാൻ എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ എന്തായാലും പ്രാക്ടിക്കൽ ആവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആക്ച്വലി നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ് എന്ന് മാത്രം ഒന്ന് ഷെയർ ചെയ്താൽ മതി. മനസ്സിലായി. ഞങ്ങൾ എപ്പോഴും ലിജോയുടെ സിനിമ കഴിയുമ്പോൾ പറയും, അതെ നമ്മള് സിനിമ കഴിയുമ്പോഴും ഒരുമിച്ചായിരിക്കണം. ബിക്കോസ് ഞങ്ങളുടെ ഈ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ഇപ്പം ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുമ്പോൾ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വിളിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ ലിജോയാണ്. അടി ഉണ്ടാക്കിയിട്ട് 1-2 ദിവസമൊക്കെ മിണ്ടാതിരിക്കുമ്പോൾ ലിജോ ഫോൺ ചെയ്തിട്ടൊരു ചിരിയുണ്ട്, പിന്നെ തുടങ്ങുക രീതിയിലുള്ള ചിരിയുണ്ട്. അപ്പം ലിജോ ആയിട്ട് ഇപ്പൊ ലിജോ പറഞ്ഞ അതേ പ്രോബ്ലം ഞങ്ങൾ ഫേസ് ചെയ്തു. ലിജോ ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആമേൻ സമയത്തുള്ള കമ്മിറ്റ്മെന്റ്. ആമേൻ ആദ്യം പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഞങ്ങളാണ്. അത് ഇങ്ങനെ കോസ്റ്റ് വൈസ് കോസ്റ്റിന്റെ അല്ല, ഫസ്റ്റ് ലിജോ എനിക്ക് കഥ പറഞ്ഞപ്പോ ഇഷ്ടായില്ല. അപ്പൊ ഞാൻ വിജയെടുത്ത് പറഞ്ഞു എനിക്കിത് തീരെ ചുമ്മാ ഒരു ലവ് സ്റ്റോറി അല്ലാതെ ഒന്നും തോന്നുന്നില്ല. അപ്പൊ ലിജോ എന്റെ അടുത്ത് ഒരുപാട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നും അല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കഥയാ. പക്ഷെ വിജയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ലിജോ ഭയങ്കര കഴിവുള്ള ഒരു ഡയറക്ടറാണ് എന്ന് പറയുന്നത്. അങ്ങനെ ആ പ്രോജക്റ്റ് ഉണ്ടാക്കിയെടുത്തതും അതിന് ആമേനെന്ന് പേരിട്ടതും ഒക്കെ വിജയ് തന്നെയായിരുന്നു. അതിന്റെ പേര് സോളമന്റെ പള്ളി ശോഷനയുടെയും എന്നായിരുന്നു. ഞാൻ ആമേനെന്ന് പേരിട്ടത് ഞാനാണ് പറഞ്ഞത്, സജസ്റ്റ് ചെയ്തത്. ലിജോ ഇത് അവാർഡ് ഫംഗ്ഷനിൽ പറയുകയും ചെയ്തു. നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല അന്ന് അത് പ്രൊഡ്യൂസ് ചെയ്തത്. നമ്മളത് വിട്ടു. പക്ഷെ വിട്ട് കഴിഞ്ഞ ലിജു എന്റെ അടുത്ത് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, സാൻഡ്ര അതിനകത്തൊരു ക്യാരക്ടർ ഉണ്ട്, അത് ചെയ്യണം. അപ്പൊ ഞാൻ ഇതും കൂടെ എങ്ങനെയാ പറ്റില്ല എന്ന് പറയുന്നത് വെച്ചിട്ട് ഞാൻ വിജയ് വിളിച്ച് ചോദിച്ചിട്ട് ഇത് ചെയ്യാൻ പറയുന്നുണ്ട്, അപ്പം ആലോചിച്ചിട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ പറ്റുമോന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പം ലിജോന്റെ അടുത്ത് പറഞ്ഞു, ഇതിനകത്ത് അഭിനയിക്കാനൊന്നുമില്ല, ബിഹേവ് ചെയ്താൽ മതി, എന്റെ അതേ സ്വഭാവം തന്നെയാണ് മറിയാമ്മയ്ക്ക്, ബിഹേവ് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു. ആ പടം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കേട്ട കഥയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു സാധനമാണ് ഷൂട്ട് ചെയ്തത്. നന്നായി കഥ പറയാനുള്ള ഒരു ചാതുരി ഇയാൾക്കുണ്ടല്ലേ. ഇപ്പോഴും ഞങ്ങൾ പറയും കഥ പറയരുത്, എഴുതുന്ന ആരാന്ന് വെച്ചാൽ അവര് വന്ന് പറയട്ടെ. അപ്പൊ ലിജോ ആയിട്ട് ഇപ്പൊ സാൻഡ്രയുടെ സ്വഭാവം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നുണ്ട്. സാൻഡ്ര ലിജോ ആയിട്ട് പലപ്പോഴും അടിച്ചു പിരിഞ്ഞിട്ടുണ്ട്. അത് സോൾവ് ചെയ്യുന്നത് ഞാനാണ്. ഇവർ രണ്ടുപേരും ഒരേ സ്വഭാവക്കാരാണ്. ഇവർ രണ്ടുപേരും കീരിയും പാമ്പും പോലെയാണ്. ഇവരൊരു ക്രിയേറ്റീവ് ഡിസ്കഷൻ ഇരുന്നാൽ രണ്ടുപേരും പിന്നെ പിടിച്ചു മാറ്റേണ്ടി വരും. അപ്പം അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ പേടിയും. ലിജോ ആയിട്ട് പടം ചെയ്യുമ്പോൾ ദയവായി നിങ്ങൾ അടിച്ചു പിരിയരുത് എന്നുള്ളതാണ്. ബിക്കോസ് ലിജോ ക്രിയേറ്റീവ്ലി ഒന്നും കോംപ്രമൈസ് ചെയ്യുന്ന ആളല്ല.
ലിജോ ക്രിയേറ്റീവ്ലി ലിജോയ്ക്ക് ഫിക്സ്ഡ് ആയിട്ട് ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അതിൽ നിന്ന് ഇപ്പൊ ലിജോയ്ക്ക് വാളിൽ ഒരു കുരിശ് വേണമെന്ന് പറഞ്ഞാൽ കുരിശിന്റെ സൈസ്, കളറ് ഇതെല്ലാം അതുപോലെ തന്നെ കൃത്യമായിട്ട് കൊടുക്കണം. സാൻഡ്ര വരെ അതിന് ഇച്ചിരി സൈസ് കുറഞ്ഞാലും കുഴപ്പമില്ല, വലുതാക്കിയാൽ മതി എന്ന് പറയും. ലിജോ ചിലപ്പോൾ അതുകൊണ്ട് പറയും ഇന്ന് ഷൂട്ട് ചെയ്യുന്നില്ലെന്ന് പറയും. അപ്പൊ ബിക്കോസ് ഞാൻ ലിജോയോട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഡബിൾ ബാരൽ എങ്ങനെ ഷൂട്ട് ചെയ്തെന്നുള്ളത് എനിക്കറിയാം. സാൻഡ്രയുടെ അപ്പൊ ഇത് തന്നെയാണ് ലിജോ ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഒരു 101 തേങ്ങ ഉടച്ചിട്ട് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം ലിജോയുടെ വർക്ക് ചെയ്യാനായിട്ടാണ്. ഈ പറഞ്ഞ പോലെ ലിജോ നിർബന്ധിച്ചിട്ടാണ് അഭിനയിച്ചത്. സാൻഡ്രയുടെ അഭിനയത്തെ കുറിച്ചൊക്കെ അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്, ചെറിയ ചെറിയ ആൾക്കാരൊന്നുമില്ല അഭിപ്രായം പറയുന്നത്. നോക്കട്ടെ. സാൻഡ്ര തോമസിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഈ പെൺകുട്ടികൾ ഈ കോമഡി വേഷം ചെയ്ത് മുന്നോട്ട് വരുന്നത്. അവർ അങ്ങനെ വരുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഒരുപാട് കാലം നിന്നിട്ടുള്ള ചരിത്രമാണ് മലയാളത്തിലുള്ളത്. സാൻഡ്ര സിനിമ അഭിനയത്തിലേക്ക് വന്നപ്പോൾ, ഇപ്പോൾ ആമേൻ എന്ന സിനിമയിൽ ഭയങ്കരമായ ഒരു പ്രതീക്ഷ സാധാരണ മലയാളി പ്രേക്ഷകർക്ക്, സിനിമാസ്വാദകർക്കുണ്ടായി. കാര്യം ഒരു കോമഡിയാണ് കൈകാര്യം ചെയ്തത്, അതും വളരെ സക്സസ്ഫുൾ ആയിട്ട്. പിന്നീട് ശരിക്കും നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നപ്പം ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ചിത്രങ്ങളിൽ പോലും സാൻഡ്ര അഭിനയിക്കുന്നില്ല, ഒരു പ്രൊഡ്യൂസറായിട്ട് തന്നെ മാറി നിൽക്കുന്നു. അപ്പം അത് മനഃപൂർവ്വമാണോ അതോ സാൻഡ്രയുടെ മനസ്സിലുള്ള റോള് കിട്ടാത്തത് കൊണ്ടാണോ, അതല്ല അങ്ങനെ ഒരു റോള് കിട്ടുകയാണെങ്കിൽ ഒരു നല്ല ഒരു കംബാക്ക്, ഒരു മലയാള സിനിമയിലെ ഒരു അഭിനേത്രിയായിട്ട് വരാനുള്ള സാഹചര്യം മനസ്സിലുണ്ടോ? എനിക്ക് ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്ക് പേടിയുള്ള ഒരാളെന്ന് പറയുന്നത് മുകേഷേട്ടൻ മാത്രമാണ്. ഞങ്ങളുടെ ഓഫീസ് ഇനോഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ഒരു രാശിയാണ് മുകേഷേട്ടൻ. അപ്പൊ മുകേഷേട്ടൻ മാത്രം ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് മുകേഷേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പേടിയാണ്. മുകേഷേട്ടൻ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. പിന്നെ വിജയം പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ. വേറെ ആരെന്ത് പറഞ്ഞാലും എനിക്കത് പ്രശ്നമല്ല. പക്ഷെ മുകേഷേട്ടൻ ഇപ്പൊ ഇത് പറഞ്ഞതുകൊണ്ട് എനിക്ക് സിനിമ, എനിക്ക് അഭിനയം എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം തന്നെ മാറി നിന്നാ. പിന്നെ ആമേനിലെ ഇപ്പോഴും ആളുകൾ ആമേനിലെ ക്യാരക്ടറിനെ വെച്ച് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഞാനായിട്ട് ഇനി വേറെ ഏതെങ്കിലും ക്യാരക്ടർ ചെയ്തത് കുളമാക്കണ്ടല്ലോ, അതങ്ങനെ ഇരുന്നോട്ടെ. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി കൂടുതൽ എൻജോയ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കഥ. ഇപ്പം പുള്ളിക്കാരി അടുത്ത് ഇങ്ങനെ കട്ട് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ അത് ചിലപ്പോ പുള്ളിക്കാരിക്ക് ഇൻസൾട്ട് ആയിട്ട് വന്ന പുള്ളിക്കാരി തന്നെ തെരഞ്ഞെടുത്തത്. എനിക്ക് തോന്നുന്ന ഞാൻ എന്തുകൊണ്ട് സാൻഡ്ര അഭിനയിക്കുന്നില്ല എന്ന് ആലോചിച്ചപ്പം ഞാൻ തന്നെ കണ്ടെടുത്തൊരു കാരണം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഈ സക്രിയയുടെ ഗർഭിണികൾ ചെയ്ത സമയത്ത്. അതെന്താന്ന് വെച്ചാൽ 2 പ്രൊഡക്ഷൻ ഒരേ സമയത്ത് നടക്കുന്നു. അതിന്റെ കൂടെ പ്രൊഡക്ഷനിൽ തന്നെ ആളുകളുമായിട്ട് നമുക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ ആർഗ്യൂ ചെയ്യേണ്ടി വരും. അതേ അവരുടെ മുന്നിൽ തന്നെ നിന്നിട്ട് അഭിനയിക്കുകയും കൂടെ വേണം. അപ്പൊ ഞാൻ എങ്ങാനും തെറ്റിച്ച് കഴിയുമ്പോ ഇവരെന്തായിരിക്കും വിചാരിക്കുന്നത്, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. ഒരു പടി താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. വരട്ടെ. ചില ആൾക്കാർ പറഞ്ഞ് വിജയ് മിക്കവാറും ഈ പറഞ്ഞ കാക്കി ഊരി വെക്കാൻ സാധ്യയില്ല. അത് ശരീരത്തോട് ചേർന്ന് പോകാൻ സാധ്യത കാണുന്നുണ്ട്. അല്ല, ഒരുപാട് പോലീസ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഞാൻ തന്നെ മനഃപൂർവ്വം ഈ പോലീസ് എന്നുള്ള സാധനം ഒഴിവാക്കാറുണ്ട്. എനിക്കെന്തോ തുടങ്ങിയത് ലാൽ ജോസ് സാറ്, അയാളും ഞാനും തമ്മിൽ കമ്മീഷണറായിരുന്നു. അത് കഴിഞ്ഞിട്ട് അണീബിയില് ഇതായിരുന്നു. അപ്പം പോലീസ് എന്ന് പറയുന്നത് എന്തോ ബോഡി ലാംഗ്വേജ്. പിന്നെ ഞാൻ തന്നെ വേണ്ട പക്ഷെ ഇത് എനിക്ക് എന്റെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സിലൊന്നാണ് സർബത്ത് ഷമീർ എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിൽ എനിക്ക് ഹ്യൂമറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇതോ എന്റെ ബോഡി ലാംഗ്വേജ് ചിലപ്പം കുറച്ച് ടഫായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ടാണ് കൂടുതൽ എനിക്ക് വരുന്നതെങ്കിലും എനിക്ക് ഒരുപാട് ഹ്യൂമർ ചെയ്യുന്നതാണ്. അപ്പം ഈ സർബത്ത് ഷമീർ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ആദ്യം ചെയ്യാനിരുന്ന വേറെ ക്യാരക്ടറാണ് ഇത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്ത ക്യാരക്ടറാണ്. സാൻഡ്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ഇത്. പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് ഓഡിയൻസിന്റെ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഇതാണ്. സാൻഡ്രയ്ക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം സാൻഡ്ര എന്നെ വേറൊരു രീതിയിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ആ ബിഹേവിയറിൽ നിന്ന് മാറുമ്പോൾ, പക്ഷെ എന്നെ അറിഞ്ഞുകൂടാത്തവർ ഞാൻ എവിടെ പോയാലും ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ വന്നിട്ടുള്ള ഒരു ക്യാരക്ടർ ഒരാള് ഈ സമയത്ത് തന്നെ വരാൻ പറ്റിയ ഒരാളാണ്. ഹായ് വിജയേട്ടാ, ഹായ് സാന്ദ്ര. നിങ്ങളടുത്ത് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര ആധികാരികമായ ചോദ്യങ്ങളൊന്നും ചോദിച്ച് ഞാൻ വലയ്ക്കുന്നില്ല. 2 പേർക്കുള്ള ചോദ്യമാണ് കേട്ടോ, ടു വിജയേട്ടൻ ആൻഡ് സാന്ദ്ര. അതായത് നിങ്ങൾക്കൊരു ഉഗ്രൻ സ്ക്രിപ്റ്റ് വരികയാണ്. അപ്പം ഈ സ്ക്രിപ്റ്റിൽ പക്ഷേ വിജയേട്ടൻ തീരുമാനിക്കുകയാണ് ഒരു ക്യാരക്ടർ വിജയേട്ടൻ ചെയ്യുന്നു.
പക്ഷേ സാന്ദ്രയ്ക്കാണെങ്കിൽ ആ ക്യാരക്ടർ വിജയേട്ടൻ ചെയ്ത അലമ്പാവുമെന്ന് ഉറപ്പാണ്. ഇതേപോലെ തന്നെ സാന്ദ്ര തീരുമാനിക്കുകയാണ് ഒരു ക്യാരക്ടർ ചെയ്യുന്നത്, വിജയേട്ടൻ അറിയാം സാന്ദ്ര ചെയ്താൽ നിൽക്കില്ല ക്യാരക്ടറിന്. അപ്പം നിങ്ങൾ രണ്ടുപേരും മറ്റേ ആളെ ഇതെങ്ങനെയാണ് കൺവിൻസ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അതായത് എങ്ങനെയാണ് ഇത് നടക്കില്ല എന്ന് മറ്റേ ആളെടുത്ത് പറയുന്നത് എന്നൊന്ന് കാണിച്ചു കൊടുക്കും. ഓക്കെ, ഡെമോൺസ്ട്രേറ്റ് ഒന്നുമില്ല. ഇപ്പൊ സാൻഡ്ര അടിച്ചു തീർക്കാൻ പറ്റുള്ളൂ. ഇല്ലല്ല, സാൻഡ്ര അടിച്ച് പറയാണ് ആ ക്യാരക്ടർ എനിക്ക് ചേരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചെയ്തെന്ന് വരില്ല, അത് ചെയ്തു വരില്ല. നേരെ തിരിച്ച് ഞാൻ പറയുമല്ലോ വേണ്ട, ഞാൻ നോക്കിയാൽ മതി സാൻഡ്ര ക്യാരക്ടർ ചെയ്യില്ല ഇതോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പം സർബത്ത് ഷമീർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യേണ്ടതില്ലെന്ന് സാൻഡ്ര പറഞ്ഞതല്ല. ഇതിനു മുമ്പ് മങ്കിപ്പൻ എന്ന് പറഞ്ഞ സിനിമയില് വിജയ്ക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്ന ക്യാരക്ടർ ഒരു സീനേ ഉള്ളൂ, ആ കുട്ടിയുടെ അച്ഛൻ, പെൺകുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞ ഞാൻ വാശി പിടിച്ച എനിക്ക് ആ ഒരു സീൻ ചെയ്താൽ മതി. അതിനകത്ത് രണ്ട് സീനേ ഉള്ളൂ, പക്ഷെ അതെനിക്ക് ഭയങ്കര ടച്ചി ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അത് വേറൊരാളാണ് ചെയ്തത്, അതിൽ ആ ഒരു സീൻ കട്ടായി പോയി. ആ കുട്ടി മരിച്ചു കഴിയുമ്പോൾ ഭയങ്കര ടെൻഷനിൽ പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗിൽ നിൽക്കാൻ വയ്യാതെ ബാക്കിൽ പോയി ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചിട്ട് അത് കളഞ്ഞിട്ട് അത് വെള്ളം ഒഴിച്ച് കളയുന്ന ഒരു സീനുണ്ട്. എനിക്ക് ഭയങ്കര ഞാൻ ആ ക്യാരക്ടറെ ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഈ ക്യാരക്ടർ മങ്കിപ്പനിലെ പപ്പൻ മാഷ് ചെയ്യാനായിട്ട് വേറൊരു ആപ്റ്റ് ആക്ടറിനെ നമുക്ക് കിട്ടിയില്ല. അത് ഞാൻ ഒരുപാട് ആക്ടേഴ്സിനോട് സംസാരിച്ചപ്പം ജയസൂര്യാണ് ലീഡ്, പിന്നെ കുട്ടിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടറിന് എന്താ റെലവൻസ് എന്നുള്ളത് അപ്പൊ ഞങ്ങള് സാൻഡ്ര ആണ് ആദ്യം നിർബന്ധിക്കുന്നത് ആ പപ്പൻ മാഷ് ചെയ്താൽ. ഞാൻ ആ ക്യാരക്ടറായിട്ട് ഒരു രീതിയിലും കണക്ട് ആയിട്ട് എനിക്ക് പേഴ്സണലി കണക്ട് ആയി. പിന്നെ ഡയറക്ടേഴ്സും വന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഏറ്റവും നല്ല ക്യാരക്ടർ ഒന്നാണെന്ന് സാർ തന്നെ പറഞ്ഞു. അപ്പൊ ആദ്യം തന്നെ നോട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ സർബത്ത് ഷമീർ എന്ന് പറയുന്നതില് പുള്ളിക്കാരിക്കും ഞാൻ ഹ്യൂമർ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് എന്റെ മനസ്സിൽ ഹ്യൂമർ അത് നോ അല്ല പറഞ്ഞത്, ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ ഏറെ. അതായത് ഫസ്റ്റ് കോപ്പി കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്തിനാ കോമഡി ചെയ്യണ്ട, ഇനി മുതൽ മറ്റേ നീന പോലുള്ള ഹണീബി പോലുള്ള മങ്കിപ്പൻ പോലുള്ള എനിക്ക് ഒരിക്കലും കരയാൻ പറ്റുമെന്ന് ഞാൻ എനിക്ക് ഒരിക്കലും കരയാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. പക്ഷെ ഏറ്റവും നന്നായി ഞാൻ ചെയ്യുന്നു എന്ന് അപ്രീസിയേഷൻ കിട്ടുന്നത് ചിലപ്പം നീന പോലുള്ള ക്യാരക്ടേഴ്സ് ആണ്. നമുക്കതിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു സുഹൃത്ത് കൂടി താങ്കളോട് എന്തോ സംവദിക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. ഹായ് വിജയ്, ഹായ് സാൻഡ്ര. വിജയ് ബാബു ഒരു വളരെ നല്ല സുഹൃത്താണ് എൻ്റെ, അതേപോലെ തന്നെ സാൻഡ്രയും. വിജയ് എനിക്ക് എൻ്റെ ഒരു നല്ല സമയം അല്ലാത്തൊരു സമയത്ത്, അതായത് എനിക്ക് സിനിമകൾ ഇല്ലാത്തൊരു സമയത്ത് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. സാൻഡ്ര പറ്റി പറയുകയാണെങ്കിൽ എ വെരി ഗുഡ് പ്രൊഡ്യൂസർ, ആൻ എൻ്റർപ്രൈസിങ് ആൻഡ് എ ബ്യൂട്ടിഫുൾ പ്രൊഡ്യൂസർ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിനി നിങ്ങളൊക്കെ ചോദിക്കാനുള്ളൊരു ചോദ്യം, സിനിമയുടെ എല്ലാ മേഖലകളിലും നിങ്ങൾ ഉണ്ട്. ഓരോന്നായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി, അതിനുശേഷം ഡിസ്ട്രിബ്യൂഷനായി, പിന്നെ വീഡിയോസ് ഇറക്കി, എല്ലാം ചെയ്തു. ഇനിയിപ്പം നിങ്ങൾ എന്നാണ് ഒരു തിയേറ്റർ തുടങ്ങാൻ പോകുന്നത്? തുടങ്ങിയില്ലാന്നിങ്ങനെ സൈജു ഉറപ്പിച്ചത്, തുടങ്ങിയിട്ടില്ലാന്നിങ്ങനെ മൂപ്പർ ഉറപ്പിച്ചത്. തുടങ്ങിയിട്ടില്ല, പക്ഷെ തുടങ്ങണം. സ്ഥലമൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. കണ്ടോ? പ്ലാൻ ആയിട്ടുണ്ട്. ഒരു സ്ട്രക്ചർ എഞ്ചിനീയർ വെച്ച് പ്ലാനൊക്കെ വരച്ചിട്ടുണ്ട്. പൈസ മാത്രമായിട്ടില്ല. വിജയുടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് റോളുകളുണ്ട്. അതിൽ പലതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷേ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ബ്രേക്ക്, ഫിലോസഫിയിലൊക്കെ പറഞ്ഞ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്ക് എന്ന് പറയാവുന്ന സിനിമ. ഇളം കാറ്റേ ഈ വഴി പോരും കാറ്റേ വെറുതെ അലയാതെ. ലാൽ ജോസ് നൽകിയ ബ്രേക്ക്. എനിക്കൊന്ന് ലാൽ ജോസിന്റെ റഡാറിൽ വിജയ് ബാബു കുറേ കാലം മുമ്പ് തന്നെ പെട്ടിരുന്നു. ഞാൻ സിനിമയിൽ വരുന്നതിന് ഏറ്റവും കടപ്പെട്ടിട്ടുള്ള ലാൽ ജോസ് സാറിനാണ് ലൈഫ്. ഞാൻ ഇന്ന് ഒരു സിനിമാക്കാരനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കടപ്പെട്ടിരിക്കുന്നത് ലാൽ ജോസ് സാറിനാണ്. അത് ഇന്നവേ വി കെ പ്രകാശും ഉണ്ട്. പക്ഷെ എൻ്റെ സൂര്യ ടി വിയിലെ ജോലി റിസൈൻ ചെയ്യാനുള്ള മോട്ടിവേഷൻ തന്നത് ലാൽ ജോസ് സാർ. പുള്ളി പറഞ്ഞിട്ടില്ല, പക്ഷെ റിസൈൻ ഞാൻ ഇപ്പം ഈ ക്രിയേറ്റീവ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, എന്താ ചെയ്യേണ്ടത്, വേറെ എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാൽ ജോസ് എന്ന സംവിധായകന്റെ സിനിമയിൽ നായകനാവാൻ താല്പര്യമുണ്ടോ എന്ന് പുള്ളി ചോദിച്ച ചോദ്യമാണ് ധൈര്യം.
2 വർഷം എടുത്തു ആ സിനിമ നടക്കാൻ. ഒരു ധൈര്യം ഉണ്ടാകാൻ വേണ്ടി ഒരു ചോദ്യം മതി. അപ്പൊ ആ ചോദ്യമാണ്. അന്ന് 100 കിലോ ഉണ്ടായിരുന്നു എനിക്ക്, ഒരു 98ഓളം കിലോ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ സ്വയം നോക്കി. അപ്പൊ പുള്ളി ഒരു തരുമ്പോൾ നമ്മൾ അതിന് പ്രിപ്പയർ ആവണ്ടേ എന്ന് വിചാരിച്ച് അതിനുള്ള വർക്ക് തുടങ്ങണ്ടേ. പിന്നെ ലാൽജോ സാറിന്റെ സിനിമയിൽ പുള്ളി പറഞ്ഞത്, നീ വേറെ സിനിമയിലൊന്നും അഭിനയിക്കണ്ട, ചുമ്മാ ഇരുന്നാ മതി എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ചുമ്മാ ഇരിക്കില്ലല്ലോ. ഞാൻ പുള്ളിയെ കൺവിൻസ് ചെയ്തു. ബിക്കോസ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നീനയിൽ വരുമ്പോൾ ഞാൻ അറ്റ്ലീസ്റ്റ് ഹാഫ് പ്രിപ്പയർഡ് ആയിരിക്കണം. പുള്ളിക്ക് ചിലപ്പം എന്നെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതിലും ബെറ്റർ ആക്കാമല്ലോ എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെയാണ് മങ്കിപ്പൻ വന്നപ്പോൾ ഇവരെല്ലാം നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് വേണ്ട, ഞാൻ 2 സീൻ ചെയ്യാം. ലാൽജു സാർ അറിഞ്ഞ ഇതാണ് കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനം ഞാൻ അത് ചെയ്തപ്പം എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി. പെരിച്ചാഴിയിൽ ലാലേട്ടനോടൊപ്പം അഭിനയിച്ചത് ഭയങ്കര കോൺഫിഡൻസ് വന്നു. അതോടെ 6ന്റെ മുമ്പിൽ നിന്ന് അഭിനയിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ആയി. അത് നീനയിലേക്ക് വന്നപ്പോൾ ആ എക്സ്പീരിയൻസും ലാൽജോ സാറിന്റെ പെർഫെക്ഷനും കൂടെ ആയപ്പോഴാണ് വിനയ് പണിക്കർ എന്ന ക്യാരക്ടർ അങ്ങനെ ആയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ എൻ്റെ ലൈഫിൽ ഇനിയിപ്പോൾ എത്ര ക്യാരക്ടർ ചെയ്താലും എൻ്റെ ഫേവറേറ്റ് കഥാപാത്രങ്ങൾ സിനിമയിൽ എന്ന് ചോദിച്ചാലും അത് മങ്കിപ്പനിലെ പപ്പനും നീനയിലെ സിനിമകൾ നിങ്ങൾ ചെയ്തു. പക്ഷെ അതിനിടയ്ക്ക് ചില ഫ്ലോപ്പുകളും വന്നു. ഇപ്പോൾ പെരിച്ചാഴിയൊക്കെ നിങ്ങൾ വലിയ പ്രതീക്ഷയായിരുന്നു. അതുപോലെ അതിനും വിജയ് അഭിനയിക്കായത് എസ്കേപ്പ് ഫ്രം ഒരു ചെറിയ അതൊരിക്കലും ഒരു ഫ്ലോപ്പ് അല്ല. പെരിച്ചാഴി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുറത്തിയൊരു സംഭവം. പെരിച്ചാഴി ഞങ്ങൾക്ക് ഫ്ലോപ്പ് അല്ല, സാമ്പത്തികമായിട്ട് ഫ്ലോപ്പ് അല്ല, ഒരിക്കലല്ല. അത് ഒരുപാട് എക്സ്പെക്ടേഷൻ ആയിപ്പോ അതൊരിക്കലും ഒരു ഫ്ലോപ്പ് സിനിമ എന്ന് പറയാൻ പറ്റില്ല. അത് എക്സ്പെക്ടേഷൻ കൂടുതൽ. ഒരിക്കലും മാർക്കറ്റിംഗ് നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ ഉണ്ടാക്കരുത്, അപകടമാണ്. അതൊരു ഒരു സാധാരണ മാർക്കറ്റിംഗിന്റെ അതിപ്രസരം. അത് ഞങ്ങളായിട്ട് ചെയ്യാതെ തന്നെ ഞങ്ങൾ ലാലേട്ടനുമായിട്ട് അമേരിക്കയിൽ പോയപ്പോൾ തന്നെ അമേരിക്കയിൽ വെച്ചൊരു ബ്രഹ്മാണ്ഡ ചിത്രം ഉണ്ടാവുന്നു എന്നുള്ള അതൊരിക്കലും ഒരു ബ്രഹ്മാണ്ഡ ചിത്രമല്ല, ഒരു സ്പൂഫാണ്, ചെറിയൊരു സ്പൂഫാണ്. ആ സ്പൂഫിനെ നമ്മൾ സോഷ്യൽ മീഡിയ ആണ് അതിനെ ഹൈപ്പ് ചെയ്ത് വലുതാക്കിയത്. അത് വലുതായി ഞങ്ങളുടെ കൈവിട്ട് പോയി അതൊരു ഭയങ്കര വോൾക്കാനോ ആയിട്ട് മാറുകയാണ്. ഒരു സറ്റയറായി മാറേണ്ടതായിരുന്നു, പക്ഷെ അത് വേറെ രീതിയിലേക്ക് സ്പെൻഡ് ചെയ്തൊക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലോസ് എന്ന് പറയുന്നത് ഉണ്ടായില്ല. കാരണം ഞങ്ങളുടെ കോൺഫിഡൻസ് ലെവല് ഇതില് സബ്ജക്റ്റിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നിയപ്പം ഞങ്ങൾ ഓണത്തിന് അനൗൺസ് ചെയ്ത സിനിമയാണ്. എല്ലാ സിനിമകളും ഓണത്തിന് അനൗൺസ് ചെയ്തിട്ട് ഞങ്ങള് 10 ദിവസം മുമ്പ് ഞങ്ങൾ അത് ഒരാഴ്ച പ്രീപോൺസ് 141 തിയേറ്ററിൽ നമ്മൾ സിനിമ ഇറക്കുകയുണ്ടായി. ഇവിടെ ഒറ്റ പടയുള്ള സിനിമയില് ലുലു PVR 9 സ്ക്രീനിൽ 8 എണ്ണത്തിൽ പെരിച്ചാഴിയാണ്. രാവിലെ അതായത് 36 ഷോ ആണ് ഒരു ദിവസം. ഫസ്റ്റ് 1 വീക്ക് വേറെ പടമില്ല. ഏത് പടമുണ്ട്? പെരിച്ചാഴി. വേറെ പെരിച്ചാഴി കറക്റ്റായി. അവിടെയാണ് സാൻഡ്രയ്ക്ക് വിജയോടുള്ള ഒരു ബഹുമാനം കൂടുന്നത്. പൈസ മുടക്കുന്ന കാര്യത്തിൽ വിജയ് വളരെ അത് ഞങ്ങൾ കൺസീവ് ചെയ്ത സബ്ജക്റ്റ് അല്ല സ്ക്രീനിൽ വന്നത്. അത് ഡയറക്ടോറിയൽ ഫ്ലോ ഉണ്ടോന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാക്കാം. അദ്ദേഹം ഒരു തമിഴ്നാട്ടുകാരൻ. അദ്ദേഹം കൺസീവ് ചെയ്ത ഒരു സൈക്കി അല്ല മലയാളത്തില്. അപ്പം അതിൽ നിന്നുണ്ടായ മലയാളിയുടെ ഒരു ഞാൻ ഇന്നും പറയുന്നു പെരിച്ചാഴിയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ള സ്ക്രിപ്റ്റിൽ ഏറ്റവും ശക്തമായ സ്ക്രിപ്റ്റിൽ ഒന്നാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു. ഇപ്പം റീമേക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഒന്നും കൂടെ ഞാൻ പെരിച്ചാഴി ചെയ്തിട്ട് ഹിറ്റാക്കി കാണിച്ചു തരാം. അത് ഞാൻ ഈ ഇടയ്ക്കും ഞാൻ സാൻഡ്രയുടെ അടുത്ത് പറയണ്ട. ഞാൻ കേട്ടത് വെച്ച് ഏറ്റവും ശക്തമായ അതൊരു സ്പൂഫാണ്. അത് സ്പൂഫായിട്ട് കൺസീവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് ഇന്ത്യൻ പൊളിറ്റിക്സിനെയും അമേരിക്കൻ പൊളിറ്റിക്സിനെയും കമ്പയർ ചെയ്യുന്ന ഒരു സ്പൂഫാണത്. ഇന്ത്യയിൽ പൊളിറ്റീഷ്യൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അമേരിക്കയിൽ കൊണ്ട് പ്ലാന്റ് ചെയ്താൽ എന്താവും എന്ന്. അപ്പൊ അത് ഒരിക്കലും അങ്ങനെ ഉണ്ടാവും എന്നല്ല. ഒരിക്കലും അവിടെ ബ്ലാക്സിനെ വൈറ്റ്സിനെ നമ്മൾ എത്ര പെട്ടെന്ന് അടുപ്പിക്കാൻ പറ്റില്ല. അവിടെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ഒരു ഷിക്കാരി ശംഭു ലൈനിൽ ചെയ്യേണ്ടിരുന്ന ഒരു പടം സീരിയസ് ആയിട്ട് കൺസീവ് ചെയ്ത് പോയി. സറ്റയർ ആകേണ്ടതിനെ വളരെ ലാലേട്ടന്റെ പേഴ്സണാലിറ്റിയും കൂടെ ആയപ്പോൾ അതിനെ വളരെ സീരിയസ് ആയിട്ട് കൺസീവ് ചെയ്ത് പോയി എന്നുള്ളതാണ് അതിന്റെ ഒരു വരട്ടെ. വിജയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പ്രൊഫഷണൽ കോർപ്പറേറ്റ് അറ്റ്മോസ്ഫിയർ വർക്ക് ചെയ്തൊരു വിജയും സിനിമാ നടനായ ഒരു വിജയ് എനിക്കറിയാം. അദ്ദേഹം കോർപ്പറേറ്റിലായിരുന്നപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു 3 ക്വാളിറ്റി എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തൊരു 3 ക്വാളിറ്റി. ഒന്ന്, ഈസ് ഗുഡ് അറ്റ് ക്രൈസിസ് മാനേജ്മെൻറ്റ്. നമ്പർ 2, ഹീ ഡസ് അഡാപ്റ്റബിലിറ്റി. ഒരു ഭയങ്കര അപാര അഡാപ്റ്റബിലിറ്റി കഴിവാണ്. ഏത് സിറ്റുവേഷനിലും പുള്ളി അഡാപ്റ്റ് ചെയ്യാൻ പുള്ളിയെ കൊണ്ട് പറ്റും. പിന്നെ ടോപ്പ് ഓഫ് ഓൾ ഈസ് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്. ഒരു സുഹൃത്തിൻ്റെ എന്താ പറയുക, ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത്, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫ് ഫ്രണ്ട്സ്, എ ഫ്രണ്ട് ഇൻ നീഡ് എന്ന് പറയുന്ന
ഒരു വ്യക്തിയാണ്. ഒരിക്കലും ആരെയും പിണക്കാതെ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് എല്ലാവരെയും കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് അത് വിജയ്ക്കുണ്ട്. ഒരുപാട് കാലം കൂടെ ജോലി ചെയ്ത ആളാ. അത് ഞാൻ ഇരുന്ന പൊസിഷനിൽ വിത്ത് ദ സപ്പോർട്ട് ഓഫ് മാനേജ്മെന്റ് സ്ക്രിപ്റ്റ് നോക്കി സിനിമ എടുക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. ആക്ടേഴ്സിന്റെ പുറകെ പോകാതെ അന്ന് വലിയ വില കൊടുത്ത് സിനിമകൾ എടുക്കുന്നതിന് പകരം ആക്ടേഴ്സിനെ നോക്കിയിട്ട് സ്ക്രിപ്റ്റ് നോക്കിയിട്ട് അതിന് അനുയോജ്യമായ കുറച്ച് വരയിൽ 3 പടം എടുത്തു. അങ്ങനെ കുറെ ആക്ടേഴ്സ് ഇവിടെ ഉണ്ടായി. പക്ഷെ അത് ബൂമറാങ് തിരിച്ചടിച്ചു. കാരണം അതിൽ നിന്നുണ്ടായവരെല്ലാം വീണ്ടും താരങ്ങളാവുകയും വീണ്ടും ഡിമാൻഡ്സ് വർദ്ധിപ്പിച്ചു. 6 or 7 പുതിയ താരങ്ങളുണ്ടായി. അവരെല്ലാം പിന്നെ പുതിയ നിരക്കുകൾ കൂട്ടി തുടങ്ങി. ഫ്രൈഡേ ഫിലിം ഹൗസിന് വീണ്ടും ഭാരം കൂടി. അല്ല, ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ അല്ല, ഞാൻ ഇൻഡസ്ട്രിയിൽ കുറെ കൂടെ അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ വിജയ്. ഒരാള് താരമായി കഴിഞ്ഞാൽ സ്കെയിൽ മാറി. അപ്പം അങ്ങനെ ഇപ്പം അന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ഒരു ചാനൽ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ അന്ന് അങ്ങനെയുള്ള സിനിമകൾ ചിലപ്പം ഉണ്ടാവുമായിരുന്നില്ല, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി വിജയ് ഞാൻ കൊണ്ടുവരാൻ പോകുന്ന ഒരാള് വിജയ് എന്ത് ചെയ്താലും മതിയാകാത്ത ഒരാളാണ്. ആരായിരിക്കും അത്? പൊറുക്കാനും ക്ഷമിക്കാനും ഒക്കെ ഉള്ള കഴിവുള്ള. വിജയേട്ടാ, നമ്മളുടെ ലൈഫ് തുടങ്ങിയിട്ട് 15 വർഷമായി. ഈ 15 വർഷവും വിജയൻ്റെ തിരക്കാണ്. അപ്പം ഇതുവരെയ്ക്കും ചോദിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ ഈ പ്രോഗ്രാമിൽ കൂടെ ചോദിക്കുകയാണ്. വളരെ ആത്മാർത്ഥമായിട്ട് പറയണം, വിജയൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വിജയൻ ഏറ്റവും എൻജോയ് ചെയ്ത് മേഖല ഏതാണ്? ലൈക്ക് ചാനലായിരുന്നോ, അതോ ആക്ടിംഗ് ആണോ, അതോ പ്രൊഡക്ഷനാണോ? ഏതാ വിജയൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. വിജയ് എങ്ങനെ സാധിക്കുന്നു? ആ രഹസ്യം ഒന്ന് പറഞ്ഞു തരുമോ എനിക്ക്? എന്നിട്ട് എന്തിനാണ് അതിന് വേറൊന്നും ചെയ്യണ്ട. സാറ് 4-5 സിനിമയിൽ അവന്റെ സെലിബ്രിറ്റി ആയാൽ ആ ഫോക്കസ് അങ്ങോട്ട് മാറിക്കോളും. അപ്പൊ ഇതെല്ലാം പുറത്തു വന്നത്. ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല, വിജയ് ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇത് ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു അന്നും ഇന്നും എന്നും. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ഫ്രണ്ട്സും എല്ലാം എനിക്ക് ഇപ്പൊ നോക്കിയാലും എന്റെ നമ്പർ ഓഫ് ഫ്രണ്ട്സ് നോക്കുകയാണെങ്കിൽ ഗേൾസ് ആണ് കൂടുതൽ. ഞാനൊന്നും ചോദിച്ചില്ല. അല്ല, ഞാനൊന്നും ചോദിക്കണ്ടല്ലോ. അതിന് ആ ചിരിയിലുണ്ടല്ലോ അല്ല, എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ മതി. സ്മിത ഒരു ചോദ്യം ചോദിച്ചിരിക്കണം. ഞാൻ ചെയ്യുന്ന ജോലി അതാത് സമയത്ത് ഞാൻ വളരെ എൻജോയ് ചെയ്യാറുണ്ട്. ഞാനത് എൻജോയ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ദിവസം വിടും. അതാണ് ഈ കരിയറിലെല്ലാം സംഭവിച്ചത്. അപ്പൊ ഇനി കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ ഹൗസായി നിങ്ങളുടെ പങ്കാളിത്തം സിനിമയുടെ പൂമുഖത്തും പിന്നാമ്പുറത്തും അവിടെ എല്ലാം വ്യാപൃതമായി പല രംഗങ്ങളിലേക്കും വ്യാപൃതരാകുന്നു. എന്താ സാൻഡ്ര ഒരു ഓൺട്രപ്രനർ എന്ന നിലയിൽ അടുത്തൊരു ലക്ഷ്യം, ടാർഗറ്റ്? അടുത്ത ഞങ്ങള് ഇപ്പം എന്താ വെച്ചാൽ വിജയ് സാറിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. അപ്പൊ ഞങ്ങള് അതിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പൊ. മൾട്ടി ഫാസറ്റഡ് ക്യാരക്ടേഴ്സ്. ഒരിക്കലും റെസ്റ്റോറന്റ് എന്റെ സ്വപ്നമല്ല, എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ ദിലീപിന്റെ പുട്ടുകട എന്നൊക്കെ പറഞ്ഞാല് വിജയുടെ എന്താണ് കട വരാൻ പോകുന്നത്? ചെയിൻ ഓഫ് റെസ്റ്റോറന്റ്സ് ആണ് ഒരു ഡ്രീം പ്രോജക്റ്റ്. നമ്മള് ഇത് തുടങ്ങിയ അന്ന് മുതല് പറയുന്നതാണ്, നമുക്ക് അങ്ങനെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാം, ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ്. ഞാൻ അത് ശരിയാവത്തില്ല, അത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ വേറെ ഒരെണ്ണം പറയാം, അതും ശരിയാവില്ല. അങ്ങനെ ഞാൻ ഓരോന്നും ഇവിടെ വരെ എത്തി. 5 വർഷം കഴിഞ്ഞു. പക്ഷെ ഇനി പിടിച്ചേക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. ഒരു ചായക്കട തട്ടുകട ഇട്ട് കൊടുക്കും. ഏറ്റവും വലിയ ഒരു ഡ്രീം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. വിജയുടെയും സാൻഡ്രയുടെയും ഏറെക്കുറെ ജീവിത രേഖയിലൂടെ നമ്മൾ കടന്നു പോയിരിക്കുന്നു. ഇനിയും നമ്മൾ JB ജംഗ്ഷനിൽ വീണ്ടും കണ്ടുമുട്ടും. പുതിയ ഭാവത്തിൽ, പുതിയ അഭിവൃദ്ധിയിൽ, പുതിയ വളർച്ചയിൽ അതിനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇത്രയും സമയം ഞങ്ങളുമായി പങ്കുവച്ചതിന് വിജയ്, സാൻഡ്ര, കുട്ടിയമ്മ, hope it was a nice show. Thank you. Thank you.